എഡിറ്റോറിയൽ അനാലിസിസ് നോക്കാം. ഹൂസ് പ്ലഷർ എന്ന തലക്കെട്ടോടുകൂടിയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് നോ പ്രൊവിഷൻ ഫോർ എ ഗവർണർ ടു സാക്ക് മിനിസ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു അല്ലെങ്കിൽ ഇന്നുമായി ഡിസ്കസ് ചെയ്തൊരു ന്യൂസിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷനലി ഒരു ഗവർണർക്ക് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലെ ഒരു മിനിസ്റ്ററെ ഒഴിവാക്കാനോ റിമൂവ് ചെയ്യാനോ സാക്ക് ചെയ്യാനോ ഉള്ള അധികാരമുണ്ടോ എന്നുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റിയാണ് ഈ എഡിറ്റോറിയൽ ഇന്ന് ചെക്ക് ചെയ്യുന്നത്. Kerala Governor Arif Mohammad Khan's indirect threat that he can independently dismiss the ministers is neither in keeping with the dignity of his office nor in line with the constitution. അപ്പോൾ ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ ഒരു പ്രഖ്യാപനം ഒരു ഡിസൊബേയിങ് മിനിസ്റ്റർ, ഒരു എറൻറ്റ് മിനിസ്റ്റർ ഏതെങ്കിലും രീതിയിൽ നിയമസഭയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാര്യങ്ങളിൽ ഡിസൊബേ ചെയ്യുന്ന ഒരാളുണ്ടായിക്കഴിഞ്ഞാൽ അയാൾ ഡിസ്മിസ് ചെയ്യാൻ എനിക്ക് അധികാരമുണ്ട് അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ എനിക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞ പ്രഖ്യാപനം കോൺസ്റ്റിറ്റ്യൂഷനുമായി ഒത്തുപോകുന്നതല്ല, ഭരണഘടനയുമായിട്ട് ഒത്തുപോകുന്നത് അല്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് അങ്ങനെ പറയാൻ പാടില്ലാത്തതായിരുന്നു എന്നാണ് ആദ്യത്തെ പാരഗ്രാഫ് പറയുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽ മിനിസ്റ്റേഴ്സ് ദാറ്റ് ലോവർ ദ ഡിഗ്നിറ്റി ഓഫ് ദ ഗവർണേഴ്സ് ഓഫീസ് ക്യാൻ ഇൻവൈറ്റ് ആക്ഷൻ ഇൻക്ലൂഡിംഗ് വിഡ്രോവൽ ഓഫ് പ്ലഷർ ഹാസ് നോ ബേസിസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റം. അതിന് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ബേസും ഇല്ലാത്ത പ്രഖ്യാപനമാണ് ആര് നടത്തിയിരിക്കുന്നത്? ഗവർണർ നടത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 164 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് സേസ് ദ ചീഫ് മിനിസ്റ്റർ ഷാൽ ബി അപ്പോയിൻറ്റഡ് ബൈ ദ ഗവർണർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ് ഷാൽ ബി അപ്പോയിൻറ്റഡ് ബൈ ദ ഗവർണർ ഓൺ ദ ചീഫ് മിനിസ്റ്റേഴ്സ് അഡ്വൈസ് ആഡ്സ് ദാറ്റ് മിനിസ്റ്റേഴ്സ് ഷാൽ ഹോൾഡ് ദ ഓഫീസ് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് ദി ഗവർണർ. അപ്പോൾ പൊതുവേ അങ്ങനെ ഒരു ടേം പറയും. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആരുടെ പ്ലഷറിലാണ് ഓഫീസിൽ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ആ പറയുന്ന ടേം എന്ന് പറയുന്നത് പ്ലഷർ ഓഫ് ദി ഗവർണർ എന്നാണ്. പക്ഷേ ദർ ഹാവ് ബീൻ ഇൻസ്റ്റൻസസ് ഓഫ് ഗവർണേഴ്സ് ഡിസ്മിസിംഗ് ചീഫ് മിനിസ്റ്റേഴ്സ് ബട്ട് ദോസ് വർ റിലേറ്റഡ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ദ ലെജിസ്ലേറ്റീവ് മെജോറിറ്റി ഓഫ് ദ ഇൻക്യുംബൻറ്റ് മിനിസ്ട്രി വാസ് ഇൻ ഡൗട്ട്. അപ്പോൾ റൂളിംഗ് പാർട്ടിയുടെ മെജോറിറ്റിയായി ബന്ധപ്പെട്ട് മാത്രമേ ഗവർണർക്ക് ഒരു ചീഫ് മിനിസ്റ്ററെ ഡിസ്മിസ് ചെയ്യാനോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനോ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അല്ലാതെ ഡിസൊബേയിങ് ആയിട്ടുള്ള മിനിസ്റ്റേഴ്സ് ഏതെങ്കിലും രീതിയിൽ ഒരു പ്രഖ്യാപനം നടത്തിയ മിനിസ്റ്റർ അത് ഡിസൊബേയിങ് ആണെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മെജോറിറ്റി, അതായത് ഗവർണർക്ക് തോന്നുകയാണ് ഇപ്പം പാർട്ടിയിലിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ചീഫ് മിനിസ്റ്ററായിട്ടിരിക്കുന്ന ആൾക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മെജോറിറ്റി പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുവാണെങ്കിൽ പുറത്താക്കാം. അല്ലാതെ അതും എങ്ങനെയാണ്? ഒരു ടെസ്റ്റ് വഴിയല്ലേ പുറത്താക്കുള്ളൂ. ഏത് ടെസ്റ്റാണ്? ഈ പറഞ്ഞ ഫ്ലോർ ടെസ്റ്റ് വഴിയേ പുറത്താക്കുള്ളൂ. ഇറ്റ് ഈസ് ആൾസോ നൗ ജുഡീഷ്യലി ഡിറ്റർമിൻ ദാറ്റ് ദ ക്വസ്റ്റൻ ഓഫ് മെജോറിറ്റി ക്യാൻ നോട്ട് ബി ആൻസർഡ് ഓൺലി ഓൺ ദ ഫ്ലോർ ഓൺ ദ ലെജിസ്ലേച്ചർ ത്രൂ എ കോൺഫിഡൻസ് വോട്ട്. അപ്പോൾ ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ അത് ജുഡീഷ്യലി ഡിറ്റർമിൻഡ് ആണ്. എങ്ങനെയാണ് ആ കോൺഫിഡൻസ് തീരുമാനിക്കുന്നത്? അപ്പോൾ വോട്ടിംഗ് ആണ്. മറ്റേ ഈ പറഞ്ഞ വോട്ട് ഓഫ് നോൺ കോൺഫിഡൻസ് അല്ലെങ്കിൽ വോട്ട് ഓഫ് കോൺഫിഡൻസ് വെച്ചിട്ട് ആണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ മെജോറിറ്റി ഉണ്ടോ എന്ന് തെളിയിക്കുന്നത്. Nothing in the article means that the governor may be independently dismissing a minister. അപ്പോൾ ആർട്ടിക്കിൾ 144 ഇവിടെ ആർട്ടിക്കിൾ 164 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഈസ് ചീഫ് മിനിസ്റ്റർ ഷാൽ ബി അപ്പോയിൻറ്റഡ് ബൈ ദ ഗവർണർ എന്ന് തുടങ്ങുന്ന ആർട്ടിക്കിൾ 164 ആർട്ടിക്കിൾ ഒരു രീതിയിൽ എന്ത് പറയുന്നില്ല? ഒരു മിനിസ്റ്ററെ പുറത്താക്കാൻ ഗവർണറിന് പറ്റുമെന്ന് പറയുന്നില്ല. Nothing in the article means that the governor may be independently dismissed by a governor can dismiss an independent minister. So the pleasure doctrine exists only in constitutional sense and is exercised by the governor not only on the advice of the chief minister. അപ്പോൾ പുറത്താക്കണമെങ്കിൽ ആരുടെ റെക്കമെൻഡേഷൻ ശരിക്കും ഗവർണർക്ക് വേണം? ചീഫ് മിനിസ്റ്റർ ഒരാളെ പുറത്താക്കണമെങ്കിൽ, ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ ഒരാളെ പുറത്താക്കണമെങ്കിൽ അത് ആര് റെക്കമെൻഡ് ചെയ്യപ്പെടേണ്ടതാണ്? ചീഫ് മിനിസ്റ്റർ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഗവർണർ പുറത്താക്കുന്നത്. ഇൻ അതർ വേർഡ്സ് ദ ടേം പ്ലഷർ ഓഫ് ദ ഗവർണർ ഈസ് യൂസ്ഡ് എസ് എഫ്യൂമിസം ടു റെഫർ ടു ദ ചീഫ് മിനിസ്റ്റേഴ്സ് പവർ ടു ഡ്രോപ്പ് എ മിനിസ്റ്റർ ഫ്രം ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ആരുടെ പവറായിട്ട് കണക്കാക്കണം? ചീഫ് മിനിസ്റ്ററിൻ്റെ പവറായിട്ട് കണക്കാക്കണം, അല്ലാതെ ഗവർണറിൻ്റെ പവറല്ല എന്നാണ് പറയുന്നത്. നമ്മൾ പ്ലഷർ ഓഫ് ദി ഗവർണർ എന്ന് പറഞ്ഞാലും ആരുടെ റെക്കമെൻഡേഷനിലാണ് ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലെ ഒരാളെ പുറത്താക്കുന്നത്? അത് ചീഫ് മിനിസ്റ്ററിൻ്റെ റെക്കമെൻഡേഷനിലാണ്. അങ്ങനെ ഇരിക്കെ ആരുടെ പവറായിട്ടാണ് അത് കണക്കാക്കേണ്ടത്? ചീഫ് മിനിസ്റ്റർ റെക്കമെൻഡേഷനിൽ പുറത്താക്കുന്നുണ്ട്, അത് ചീഫ് മിനിസ്റ്ററിൻ്റെ പവറായിട്ട് തന്നെ കണക്കാക്കണം. ദ കോണ്ടെക്സ്റ്റ് for this particular confrontation appears to be the governor's reluctance to grant assent to the Kerala University Laws Amendment Bill 2022. കേരള യൂണിവേഴ്സിറ്റി ലോസ് അമെൻമെൻറ്റ് ബില്ല് ഒപ്പിടാനുള്ള വൈമുഖ്യതയാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. അത് ഹോൾഡ് ചെയ്ത് വെക്കരുതെന്നും എന്തെങ്കിലും രീതിയിൽ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ അസംബ്ലിയിലേക്ക് തിരിച്ചയക്കണമെന്ന് ആർ ബിന്ദു, മിനിസ്റ്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ, കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് പറഞ്ഞതിനെ അടിസ്ഥാനമാക്കി അങ്ങനെയൊന്നും പറയാനുള്ള അധികാരം പറഞ്ഞ മിനിസ്റ്റർക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള എന്താ പറയുക, ഈ വിത്ത്ഹോൾഡ് ചെയ്ത് ചോദ്യം ചെയ്തതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെതിരെയുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഗവർണർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. വൈൽ ഗവർണേഴ്സ് മേ ഡിഫർ വിത്ത് ദ കണ്ടന്റ് ഓഫ് എ ബിൽ ആൻഡ് മേ എക്സസൈസ് ദ അവൈലബിലിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഓപ്ഷൻസ് ദേ ഷുഡ് നോട്ട് യൂസ് ദർ പവേഴ്സ് ടു സ്റ്റോൾ ലെജിസ്ലേഷൻ. ഏതെങ്കിലും രീതിയിൽ നിയമങ്ങളെ നിർത്തലാക്കാൻ വേണ്ടി, നിയമങ്ങൾ എന്താ പറയുക ഫോമുലേറ്റ് ചെയ്യുന്നത്
നിർത്തലാക്കാൻ വേണ്ടി ഇത് മനഃപൂർവ്വം പിടിച്ചു വെക്കരുത്. വേണമെങ്കിൽ നിങ്ങൾക്ക് റെക്കമെൻഡേഷൻസ് തിരിച്ചയക്കാം, അത് അസംബ്ലി ഡിസ്കസ് ചെയ്യുകയോ ഒക്കെ ചെയ്യട്ടെ. അല്ലാതെ ഒരു നിയമനിർമ്മാണ സഭ അയച്ചു കൊടുത്തൊരു ബില്ല് അധികകാലം കയ്യിൽ വെക്കുന്നത് പോലെ ചെയ്യരുത് എന്നാണ് ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത്. പൊതുവേ ഗവർണേഴ്സാണ് ചാൻസലേഴ്സ് പല യൂണിവേഴ്സിറ്റികളുടെ. അപ്പോൾ അത് തന്നെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നത്. M.M. പുഞ്ചി കമ്മീഷൻ്റെ ഒരു റെക്കമെൻഡേഷൻ പറയുന്നുണ്ട്. M.M. പുഞ്ചി കമ്മീഷൻ വിച്ച് റിവ്യൂഡ് ദ സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻസ് റെക്കമെൻഡഡ് ദ ഗവർണേഴ്സ് ഷുഡ് നോട്ട് ബി ബർഡൻ വിത്ത് റോൾ ഓഫ് ചാൻസലേഴ്സ്. ചാൻസലേഴ്സിൻ്റെ റോൾ ഗവർണർമാർക്ക് കൊടുക്കരുത്, അവർക്ക് ഓവർ ബർഡൻ ആണ്, അത് കൊടുക്കരുത് എന്നാണ് പറയുന്നത്. ഏത് കമ്മീഷനാണ് പറയുന്നത്? പുഞ്ചി കമ്മീഷനാണ് പറയുന്നത്. It is time to implement the principle. The governors seem to have exaggerated notion of their own roles under the constitution. ഗവർണേഴ്സിൻ്റെ റോളിനെ കുറിച്ച് പല കമ്മീഷൻ, സർക്കാർ കമ്മീഷൻ, പുഞ്ചി കമ്മീഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ പൊളിറ്റിക്കലി ഇൻ്റർഫിയർ ചെയ്യുന്ന സന്ദർഭങ്ങൾ ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഗവർണർ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഓഫീസ് എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷനെതിരെ ഗവൺമെൻറ് മെഷീനറി മുമ്പോട്ട് പോവുകയാണെങ്കിൽ അത് തടയാനുള്ള ഓഫീസുകളാണ് ഈ അല്ലാതെ നിയമനിർമ്മാണമോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിൽ എക്സാജറേറ്റഡ് ആയിട്ട് ഇടപെടരുത് എന്നാണ് പറയുന്നത്. കൂടുതൽ ഇടപെടരുത്, അവരുടെ റോൾസ് കൂടുതലാക്കി വലുതാക്കി ഇടപെടരുത് എന്നാണ് ഈ പറഞ്ഞ എഡിറ്റോറിയൽ പറയുന്നത്. ദേ ആർ എക്സ്പെക്റ്റഡ് ടു ഡിഫെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് മേ യൂസ് ദെയർ പവേഴ്സ് ടു കോഷൻ എലക്റ്റഡ് റെജീംസ് അഗെയിൻസ്റ്റ് വയലേറ്റിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എലക്റ്റഡ് ആയിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സ്, MLAs, മന്ത്രിമാർ, അങ്ങനെയുള്ളവർ വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ, കോൺസ്റ്റിറ്റ്യൂഷനെ, ഭരണഘടനയെ വയലേറ്റ് ചെയ്യുമ്പോൾ, അതിൻ്റെ പ്രൊവിഷൻസിനെ വയലേറ്റ് ചെയ്യുമ്പോൾ അത് തടയാനാണ് ഗവർണറുടെ ഓഫീസ് എന്നാണ് പറയുന്നത്. ബട്ട് ദിസ് ഡസ് നോട്ട് മീൻ ദാറ്റ് ദേ ക്യാൻ യൂസ് ദ ആബ്സെൻസ് ഓഫ് എ ടൈം ഫ്രെയിം ഫോർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് discretionary space given to them to function as a parallel power center. അതിനർത്ഥം ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ്സാക്കിയ ബില്ല് ഒപ്പിടാതെ വൈകിപ്പിച്ച് ആ ലെജിസ്ലേഷൻ ഇല്ലാതാക്കലല്ല. അപ്പോൾ ഓരോ ഗവർണേഴ്സും അവരുടെ പവർ എന്ന് പറയുന്നത് കൃത്യമായി മനസ്സിലാക്കാനും ഓവർ സ്റ്റെപ്പ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും അതുപോലെ തന്നെ ഒരു ഗവൺമെൻറ് മെഷീനറീനെ ക്രിപ്പിൾ ചെയ്യരുതുമെന്നാണ് ഈ പറഞ്ഞ ഹിന്ദു എഡിറ്റോറിയൽ ഹൂസ് പ്ലഷർ എന്ന് പറഞ്ഞ് തലക്കെട്ടോടുകൂടിയുള്ള എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റിവൈസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഗവർണർക്ക് പുറത്താക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണലി പ്രൊവിഷൻ ഇല്ല എന്നാണ് പറയുന്നത്. ഒരു മിനിസ്റ്ററെ പുറത്താക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഈ പ്ലഷർ ഓഫ് ദ പ്രസിഡൻ്റ് എന്ന് നമുക്ക് പിന്നെ സെൻട്രലിൽ പറയുന്ന പോലെ പ്ലഷർ ഓഫ് ദ ഗവർണർ എന്ന് പറയുന്നത് എന്താണ് എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ചീഫ് മിനിസ്റ്റർ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നത്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നത് ചീഫ് മിനിസ്റ്റർ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഗവർണർ അപ്പോയിൻറ്റ് ചെയ്യുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ. അപ്പോൾ അങ്ങനെ ഒരാളെ പുറത്താക്കണമെങ്കിലും എന്താണ്, റെക്കമെൻഡേഷൻ ഓഫ് ദ ചീഫ് മിനിസ്റ്റർ ഇസ് നെസസറി എന്നാണ് പറയുന്നത്. ചീഫ് മിനിസ്റ്റർ പറയണം ഇന്ന മിനിസ്റ്ററെ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ മാത്രമേ ഗവർണർക്ക് ഒഴിവാക്കാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കെ പ്ലഷർ ഓഫ് ദി ഗവർണർ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ദ പവർ ഓഫ് ദി ചീഫ് മിനിസ്റ്ററാണ്, അല്ലാതെ പ്ലഷർ ഓഫ് ദി ഗവർണർ ഇൻ ലിറ്ററൽ സെൻസ് അല്ല എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്.